കെ രാഗേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ട ദിവ്യ എസ് അയ്യർക്കെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ദിവ്യ എസ് അയ്യർ സർവീസ് ചട്ടം ലംഘിച്ചു എന്നാണ് പരാതി. ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ വിവാദമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ തർക്കവിഷയമായ ഒന്നുമാണ്. വളരെ വ്യക്തിപരമായ പരിചയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തൊഴിലിടത്തിലെ പരിചയത്തിന്റെ പേരിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനത്തിന് അർഹനാകുന്ന ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പബ്ലിക് കമന്റ് നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഏറ്റവും കൗതുകകരമായ കാര്യം, മറ്റൊരു രാഷ്ട്രീയ ബന്ധമുള്ള ഒരാളെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ദിവ്യ എസ് അയ്യർ തന്നെ നടത്തിയിരുന്നതെങ്കിൽ അതിനെ ഈ തരത്തിൽ ന്യായീകരിക്കാൻ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. വ്യക്തിപരമായി ഇത്തരത്തിൽ ഒരാൾക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അവരുടെ അന്ന് അവർ ചെയ്ത ആ നടപടിയിൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തിയിൽ അവർ ഇന്നും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ചട്ടലംഘനത്തിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അവരുടെ IAS പെരുമാറ്റച്ചട്ടം 1968 നിലവിൽ വന്നതിൻ്റെ 5ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന പ്രകാരം പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തേണ്ടത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിനെതിരെ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി മന്ത്രാലയത്തിനും യൂത്ത് കോൺഗ്രസ് പരാതി ഇമെയിൽ വഴിയും തപാൽ വഴിയും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ പൊളിറ്റിക്കൽ പ്രീണനം നടത്തുന്ന IAS ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണം എന്നുകൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമൽ ടെനബർബിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അമൽ, ഇപ്പോ ദിവ്യ എസ് അയ്യർ സ്വീകരിച്ച നിലപാട്, അവർ നടത്തിയ പ്രതികരണം, അതിന്റെ രാഷ്ട്രീയമായ കണ്ണിൽ മാത്രം വായിക്കുന്നവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെ മാനിക്കുന്നില്ല എന്ന ഒരു വിമർശനം യൂത്ത് കോൺഗ്രസ് നേരിടുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അങ്ങനെ സിവിൽ സർവൻസ് ആയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ ചായ്വോട് കൂടി പ്രതികരണങ്ങൾ നടത്താമോ എന്ന ചോദ്യവും യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നുണ്ടായിരുന്നു. ഈ രണ്ടു കാര്യങ്ങളിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പരാതിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകുകയാണ്. ദിവ്യ എസ് അയ്യർ 1962 സർവീസ് ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റ് മാത്രമല്ല, ഇതിനു മുൻപും മുഖ്യമന്ത്രിയെ അടക്കം പ്രശംസിച്ച് ദിവ്യ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്തരത്തിൽ ഒരു പരസ്യമായ നീക്കത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോയിരുന്നില്ല എങ്കിൽ ഇപ്പോൾ പക്ഷേ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം പ്രതികരണം നടത്തിയ നേതാക്കളിൽ ഒരാളാണ് വിജിൽ മോഹൻ. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ്. വിജിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും ദിവ്യ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ തന്റെ നിലപാട് ഒരു വട്ടം കൂടി വ്യക്തമാക്കിയിരുന്നു. കെ മുരളീധരന്റെ അടക്കം പരിഹാസങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഈ പദപ്പീര് ആവരുത്, സോപ്പിട്ടുള്ളൂ, പക്ഷെ പദപ്പീരാവരുത് എന്നുള്ളതായിരുന്നു മുരളീധരന്റെ വിമർശനം. അതിന് പക്ഷേ ദിവ്യ പറഞ്ഞത് പദപ്പീരല്ല, തന്റെ ഒപ്പം ജോലി ചെയ്ത ആളുകളെ അവരെ അഭിനന്ദിക്കുന്നത് തന്റെ പാതയാണ് എന്നുള്ളതായിരുന്നു ദിവ്യയുടെ വിശദീകരണം. അങ്ങനെ ദിവ്യ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക കൂടി ചെയ്തതോടെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ന്യൂട്രാലിറ്റി ഉണ്ടായില്ല, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടായില്ല ഈ IAS ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം. ഒരു രാഷ്ട്രീയ നിയമനം ലഭിച്ചു പോയ ആളാണ് കെ രാഗേഷ്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നപ്പോൾ സർക്കാർ ശമ്പളം പറ്റുന്ന ആളായിരുന്നുവെങ്കിൽ പിന്നീട് പക്ഷേ കണ്ണൂരിലേക്ക് പോയത് കണ്ണൂർ ജില്ലാ കളക്ടറായിട്ടല്ല, ജില്ലാ സെക്രട്ടറി ആയിട്ടാണ്. ആ കാര്യം ദിവ്യ തിരിച്ചറിയണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും ഒക്കെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ശബരിയും ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശബരി പറഞ്ഞത് പ്രശംസിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷേ ഉദ്ദേശപരമായിരുന്നു, പക്ഷേ അതിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ശബരി പറഞ്ഞു വെച്ചതും ഇതുതന്നെയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ IAS ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ വിമർശിക്കുകയോ അതിനപ്പുറത്തേക്ക് പുകഴ്ത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് തന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ശബരിയും പറഞ്ഞു വെച്ചത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ എന്താകും ഈ പരാതിയുടെ ഭാവി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മധു. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. ദിവ്യ എസ് അയ്യർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുകയാണ്. അതിൽ കൃത്യമായി പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ദിവ്യ എസ് അയ്യർ സർവീസ് ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് പരാതി. ചീഫ് സെക്രട്ടറിക്കും ഒപ്പം കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്.